നമസ്കാരം. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ CPM-ന്റെ നേതൃത്വം പല ഘട്ടങ്ങളിലായിട്ട് SNDP എന്ന് പറയുന്ന ഇവിടുത്തെ ഈഴവ സംഘടന അത് വലിയ തരത്തിൽ BJP-യിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അതിന്റെ ഗുണഫലമാണ് BJP-ക്ക് കേരളത്തിൽ ഇത്രയും വലിയൊരു വോട്ട് ഉണ്ടാകാൻ അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കാനുണ്ടായ കാരണം. തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ BJP വിജയിക്കാൻ വരെ ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഭാസം BJP-ക്ക് അനുകൂലമായത് SNDP-യുടെ നിലപാടാണ് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞു വരികയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ഒരാഴ്ച കാലയളവായിട്ട് CPM-ന്റെ തന്നെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ നടത്തുന്ന പ്രസ്താവന നമ്മൾ എല്ലാവരും പരിശോധിക്കേണ്ടത്. SNDP-യുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന BDGS BJP-യുടെ റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. അത് വലിയ തരത്തിൽ അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. SNDP-യെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഇതിനെ എന്ത് വില കൊടുത്തും തടയും എന്നുള്ള രീതിയിലൊക്കെയാണ് CPM നേതൃത്വം ഇപ്പോൾ പറഞ്ഞു വരും. നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് SNDP എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഇവിടെ ഈഴവ സമൂഹത്തിന്റെ സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം അത് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ആ താമര ചിഹ്നത്തിന് വലിയ തരത്തിൽ ഇത്തവണ വോട്ട് ചെയ്യാൻ അതിലെ അണികൾ തയ്യാറായത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് പരിശോധിച്ചാൽ തന്നെ അറിയാം. കേരളം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സംസ്ഥാനത്ത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഇടയിൽ വലിയ തരത്തിൽ വിഘടിപ്പുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കൂട്ടത്തിൽ പല പ്രത്യേക വിഭാഗങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ പ്രത്യേക മതവിഭാഗങ്ങൾക്കായിട്ട് ഒരു പ്രീണന രാഷ്ട്രീയം നമ്മുടെ കേരളത്തിൽ രൂപം കൊള്ളുന്നു. നമ്മൾ 2016 കേരളത്തിൽ BJP ആദ്യമായിട്ട് അക്കൗണ്ട് തുറന്ന തിരുവനന്തപുരത്തെ നേമം നിയോജക മണ്ഡലത്തിന്റെ ഒരു വോട്ടിംഗ് ശതമാനം BJP വിജയിച്ചതടക്കം വലിയ തരത്തിൽ അന്ന് തരംഗമായതാണ്. BJP-യുടെ ഒരു വലിയ മുന്നേറ്റം ഇനി ഭാവിയിൽ ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു 2016 നേമത്ത് വിജയിച്ച സമയത്ത് BJP നേതൃത്വം തന്നെ അന്ന് അവകാശപ്പെട്ടത്. പക്ഷെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അമ്പെ അവിടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. K മുരളീധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരുന്നു. അതോടൊപ്പം തന്നെ V ശിവൻകുട്ടി അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥി LDF-ന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. BJP-യെ തറ പറ്റിക്കും എന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞത് ഒരേ ശബ്ദത്തിൽ അത് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നടപ്പിലായി. ആ സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ തരത്തിൽ ഇവിടെ ഒരു ഭീകരവാദ പ്രവർത്തനം തന്നെ നടത്തിയിരുന്ന അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരുടെയൊക്കെ വോട്ട് ഈ പറയുന്ന നേമ നിയോജക മണ്ഡലത്തിൽ അത് SDP അവരുടെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന SDP-ക്ക് ലഭിക്കേണ്ട ഒരു സംവിധാനമായിരുന്നു. അന്ന് SDP-യുടെ നേമം നിയോജക മണ്ഡലം പ്രസിഡന്റ് പരസ്യമായി വന്ന് പറഞ്ഞ കാര്യം ഞങ്ങളുടെ വോട്ട് 10,000-ഓളം വോട്ടുകളാണ് ഞങ്ങൾക്ക് നേമം നിയോജക മണ്ഡലത്തിലുള്ളത്. അത് ഞങ്ങൾ ഇത്തവണ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് നൽകാനുള്ള തീരുമാനത്തിലാണെന്ന് പരസ്യമായിട്ട് പറയുകയാണ്. അപ്പോ എന്താണ് ഇവിടെ രൂപം കൊണ്ടിരിക്കുന്നത്? LDF അന്ന് CPM നേതൃത്വം വന്ന് ഈ SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേമ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ട് അതിനെതിരെ സംസാരിക്കാനോ SDP-യുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനോ തയ്യാറായോ ഇല്ല. ഇതേ സാഹചര്യം തന്നെ ഈ 2024 നമ്മുടെ രാജ്യത്ത് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം LDF ഈ ഒരു നിലപാട് തിരുവനന്തപുരത്ത് നേമത്ത് BJP-യെ പരാജയപ്പെടുത്താൻ എടുത്തെങ്കിൽ അതേ നിലപാട് തന്നെ ഇവിടെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അതേ മുരളീധരൻ തന്നെ ഇവിടെ മറ്റൊരു നിലപാടെടുത്തിരിക്കുകയാണ്. SDP പരസ്യമായിട്ട് UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ SDP-യുടെ വോട്ട് സ്വീകരിക്കും, അതിൽ ഞങ്ങൾക്ക് ഒരു മോശക്കേടുമില്ല, പരസ്യമായിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതെല്ലാം കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ചോറ് കഴിക്കുന്ന ഹൈന്ദവനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. നമ്മൾ ഈ മതേതരത്വം എന്ന് പറയുന്ന സംഭവം ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് മതേതരത്വ മൂല്യം എന്താണെന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ഞങ്ങൾ, മതേതരത്വത്തിന്റെ സംരക്ഷകരാണ് ഞങ്ങൾ എന്ന് പറയുന്ന ഇവിടുത്തെ കോൺഗ്രസും അല്ലെങ്കിൽ UDF-ഉം LDF-ഉം പരസ്യമായിട്ട് തന്നെ ഇവിടെയുള്ള മതവർഗീയവാദികളെ കൃത്യമായിട്ട് പിന്തുണക്കുന്നു. അവരുടെ വിജയത്തിന് വേണ്ടി അവർ എന്തും ചെയ്യും, എന്തും പറയും, എന്തും പ്രവർത്തിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോ ഇത് കണ്ട് മനസ്സിലാക്കിയ കേരളത്തിലെ ഈഴവ സമൂഹം ഇതിന് കൃത്യമായിട്ടൊരു മറുപടി ഞങ്ങൾ നൽകേണ്ടതുണ്ട്. അത് നിലനിൽപ്പിന്റെ ആവശ്യമാണെന്നുള്ളതിന്റെ പേരിലാണ് BJP-ക്ക് അത് തൃശ്ശൂർ ആയിക്കോട്ടെ, പാലക്കാട് ആയിക്കോട്ടെ, ആലപ്പുഴ ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ പത്തനംതിട്ട ആയിക്കോട്ടെ, ആലത്തൂർ ആയിക്കോട്ടെ, പല മണ്ഡലങ്ങളിലും BJP വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കി. ഈ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ സമയത്ത് SNDP വോട്ടുകളുടെ വലിയ പിന്തുണ BJP-ക്ക് ലഭിച്ചിരിക്കുന്നു.
ഇപ്പോ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ ഒരു മുന്നേറ്റം അതിശയകരമായിട്ടുള്ള മുന്നേറ്റമാണ്. എത്ര വോട്ടുകൾ അവർ വർദ്ധിപ്പിച്ചു? 1,40,000-ന് മുകളിൽ വോട്ടുകൾ അവർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോ ഇതെല്ലാം കാണുന്ന സമയത്ത്, ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് SNDP എന്ന് പറയുന്ന LDFന്റെ അല്ലെങ്കിൽ CPMന്റെ പരമ്പരാഗതമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തു പോന്നിരുന്ന ഈഴവ സമൂഹത്തിന്റെ ഇടയിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടായിരിക്കുകയാണ്. ഈ വിള്ളലാണ് ഇപ്പോ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം അല്ലെങ്കിൽ CPMന്റെ പ്രാദേശിക നേതൃത്വം അടക്കം ഈ ഒരു അപകടം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇത് ഒരു അപകടമല്ല എന്നുള്ളതും ഇത് ഇനി പരമ്പരാഗതമായിട്ട് ഇനി BJPയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതും കൃത്യമായിട്ട് BJP നേതൃത്വവും ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിഞ്ഞിരിക്കുക. അപകടമല്ല എന്ന് പറയുമ്പോൾ BJPക്ക് ഇത് അനുകൂലവും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത് അപകടവുമായി മാറുകയാണ്. കാരണം 1 കോടിയോളമാണ് കേരളത്തിൽ ഈഴവ സമൂഹത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വരുന്ന ജനസംഖ്യ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ വലിയ ഒരു വോട്ട് ബാങ്ക് BJPക്ക് അനുകൂലമായിട്ട് ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ തിരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ ഇതിന്റെ മാർജിൻ ഉയർന്നു കഴിഞ്ഞാൽ BJP എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അവർ ഓരോ ഘട്ടങ്ങളിലായിട്ട് അവരുടെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നു, സീറ്റുകൾക്ക് മുന്നോടിയായിട്ട് വോട്ടുകൾ വർദ്ധിപ്പിക്കുന്നു. ഈ വോട്ട് വർധനവാണ് യഥാർത്ഥത്തിൽ പല സീറ്റുകളിലേക്കും ഇപ്പോ ഒറീസ പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് BJP തവണ അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ട് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നു, സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ഇത് അധികാരത്തിലേക്കുള്ള അവരുടെ ചവിട്ടുപടിയായിട്ട് അവർ മാറ്റിയെടുക്കുന്നു. ഇതേ സാഹചര്യമാണ് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ BJP നേതൃത്വം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം എന്താണ്? കേരളത്തിന്റെ അധികാരം പിടിച്ചെടുക്കുക. 55% വരുന്ന കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ വലിയ ഒരു വോട്ട് ബാങ്ക് തങ്ങളുടെ പക്ഷത്തേക്കാക്കുക. കൂട്ടത്തിൽ ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് കൂടി ഒരു വലിയ വിഭാഗം തങ്ങളുടെ പക്ഷത്തേക്ക് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അവിടെ BJPക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതിന്റെ ഉദാഹരണം ജനങ്ങളുടെ മുന്നിലേക്ക്, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് തൃശ്ശൂരിനെ ഉദാഹരണമാക്കി BJP ഇപ്പൊ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ശരിയാണ്, 1,02,000 വോട്ടുകൾ മാത്രമാണ് 2014 BJPക്ക് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. 1,02,000 വോട്ടുകൾ മാത്രം. 2019 വരുന്ന സമയത്ത് അത് 2,93,000 ആക്കി സുരേഷ് ഗോപിക്ക് ഉയർത്താൻ സാധിച്ചു. അവിടെ 1 വർഷത്തോളം അല്ലെങ്കിൽ 5 വർഷത്തോളം കൃത്യമായിട്ട് പ്രവർത്തിച്ച് ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ടതിന്റെ പേരിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഈ 2,93,000-ൽ നിന്ന് 4,11,000 വോട്ടുകളിലേക്ക് സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് 75,000-ഓളം വോട്ടുകൾക്ക് ആ മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിച്ചു. 44 പഞ്ചായത്തുകളാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. 34 പഞ്ചായത്തുകളിലും BJP ആണ് ലീഡ് ചെയ്തത്. CPMന്റെ ഉരുക്കുകോട്ടകളിൽ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും BJP ഭൂരിഭാഗം ബൂത്തുകളിലും 1ാം സ്ഥാനത്തെത്തിയിരുന്നു. അപ്പൊ ഇതൊക്കെ ഒരു ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റമാണ്. കേരളത്തിലെ ഈഴവ സമൂഹത്തിന്റെ വലിയ ഒരു പിന്തുണ BJPക്ക് ഉണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് ഇതെല്ലാം മാറിയിരിക്കുന്നു. ഈ ഭയപ്പാടാണ് CPM നേതൃത്വം കൃത്യമായിട്ടും ഇടക്കിടക്ക് ഇങ്ങനെ തേട്ടി വരുന്നത് പോലെ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ SNDP BJPയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നു, SNDP BJPയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു, BJP കേരളത്തിൽ വലിയ പിന്തുണ SNDP നൽകുന്നു, പരസ്യമായിട്ടും രഹസ്യമായിട്ടും എന്നുള്ള രീതിയിലേക്ക് അവരിങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാണ് കേരളത്തിൽ SNDP ഈഴവ സമൂഹം BJPക്കൊപ്പം നിലകൊണ്ടിരിക്കുന്നു. ഇനിയുള്ള കാലത്ത് അത് നിലകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ബിബിലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.